വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതെപ്പോഴും ബി പാർട്ടിൽ 7 മാർക്സിനും 14 മാർക്സിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. OSI റെഫറൻസ് മോഡൽ എന്താണെന്നുള്ളത്. OSI സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർ കണക്ഷൻസ് എന്നുള്ളതാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ISO ആണ്. ISOയുടെ ഫുൾ ഫോം നമുക്കറിയാമല്ലോ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. ഇവിടെ OSI മോഡലിൽ 7 ലെയർ ആർക്കിടെക്ചറാണ് വരുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 7 ലെയർ ആർക്കിടെക്ചർ OSI മോഡലിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓരോ ലെയറും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ OSI മോഡൽ നമുക്ക് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ OSI റെഫറൻസ് മോഡലിനെ കുറിച്ച് അറിഞ്ഞു വയ്ക്കുക. ഈ ഫിഗറാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് OSI റെഫറൻസ് മോഡലിൽ പഠിച്ചിട്ട് അത് വരച്ചിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അതായത് 7 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയറാണ് നമ്മുടെ ഫിസിക്കൽ ലെയർ, സെക്കൻഡ് ഡേറ്റ ലിങ്ക് ലെയർ, തേർഡ് ലെയറാണ് നെറ്റ്വർക്ക് ലെയർ, ഫോർത്ത് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ, ഫിഫ്ത്ത് ലെയർ സെക്ഷൻ ലെയർ, സിക്സ്ത് ലെയർ പ്രസൻറ്റേഷൻ ലെയർ, സെവൻത്ത് ലെയർ ആപ്ലിക്കേഷൻ ലെയർ. ഈ 7 ലെയേഴ്സ് തമ്മിൽ ബൈ ഡയറക്ഷണൽ ആയിട്ടാണ് നമ്മുടെ ഈ ആരോസ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ? ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹോസ്റ്റ് A എന്നും പറഞ്ഞിട്ട് ഈ സൈഡിൽ ഇത് വരയ്ക്കുക. അതേ സെയിം സാധനം തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഹോസ്റ്റ് B എന്നുള്ള പേരിൽ നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഹോസ്റ്റ് Aനെയും ഹോസ്റ്റ് Bനെയും കണക്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസിനെയാണ് വരയ്ക്കാനുള്ളത്. നോക്കിക്കോ, ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കണക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ജസ്റ്റ് ബൈ ഡയറക്ഷനിലായിട്ട് ഒരു ആരോ വരയ്ക്കുക. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ ലെയറിനെ ഏത് പ്രോട്ടോക്കോളാണ് കണക്ട് ചെയ്യുന്നത്? പ്രസൻറ്റേഷൻ പ്രോട്ടോക്കോൾ വെച്ച് കണക്ട് ചെയ്യുക. സെക്ഷൻ ലെയറിനെ സെക്ഷൻ പ്രോട്ടോക്കോൾ വെച്ചിട്ട് കണക്ട് ചെയ്യുക, 2 ഹോസ്റ്റിലെ. ഇനി ട്രാൻസ്പോർട്ട് ലെയറിനെ നമ്മൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് 3 ലെയേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ 3 എണ്ണത്തിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റ് പ്രോട്ടോക്കോൾ എന്നും പറഞ്ഞിട്ട് ബോക്സിൻ്റെ ഉള്ളിലാണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ മേളിൽ എഴുതണം കേട്ടോ, കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റ് പ്രോട്ടോക്കോൾ എന്നും പറഞ്ഞിട്ട്. ഇവിടെ വരുന്ന എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ചിട്ടാണ് എഴുതുന്നത്. നോക്കിക്കോ, നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? നമ്മൾ 2 ബോക്സിൽ നെറ്റ്വർക്കിനെ വരയ്ക്കുന്നു. ഡേറ്റ ലിങ്ക് എന്ന് പറയുമ്പോൾ 2 ബോക്സിൽ ഡേറ്റ ലിങ്ക് വരയ്ക്കുന്നു. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ 2 ബോക്സിൽ ഫിസിക്കൽ വരയ്ക്കുന്നു. എന്നിട്ട് എല്ലാത്തിലും ബൈ ഡയറക്ഷണൽ ആരോ വെച്ച് കണക്ട് ചെയ്തിരിക്കുക. ഇവിടെ ബൈ ഡയറക്ഷണൽ, നടുക്ക് ബൈ ഡയറക്ഷണൽ, മറ്റേ എൻഡിലും ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ആരോസ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് നമ്മുടെ ഈ പടം വരയ്ക്കുന്നത്. ഇനി ഈ സൈഡിൽ നെയിം ഓഫ് യൂണിറ്റ് എക്സ്ചേഞ്ചർ എന്നുണ്ട്. അതായത് ഫിസിക്കൽ ലെയറിൽ നമ്മുടെ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ബിറ്റായിട്ടാണ്. ഡേറ്റ ലിങ്ക് ലെയറിൽ അത് ഫ്രെയിമായിട്ടാണ് ഇരിക്കുന്നത്. നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ പാക്കറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് വരുമ്പോൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് TPDU എന്ന് പറയുന്നത്. ഇനി സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും സെക്ഷൻ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ്, അതാണ് SPDU എന്ന് പറയുന്നത്. ഇനി പ്രസൻറ്റേഷനിലോട്ട് വരുമ്പോൾ എന്താണ്? പ്രസൻറ്റേഷൻ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ്. ലാസ്റ്റത്തെ ആപ്ലിക്കേഷൻ ലെയറിലോട്ട് വരുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ OSI റെഫറൻസ് മോഡൽ സിമ്പിളായിട്ട് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ലെയർ ആയിരുന്നു ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും റോ ബിറ്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്നുള്ളതും അതേപോലെ തന്നെ കേബിൾസും സിഗ്നൽസും ആണ് അവിടെ ഈ റോ ബിറ്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ ലെയറിൽ വരുന്ന ഡിവൈസസ് ആണ് ഹബ്, റിപ്പീറ്റർ. എക്സാമ്പിൾസ് നോക്കാനാണെങ്കിൽ ഈതർനെറ്റ് കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ, ഇതൊക്കെ ഫിസിക്കൽ ലെയറിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ ലെയർ ആയിരുന്നു നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയർ എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രെയിം ട്രാൻസ്ഫറും അതേപോലെ തന്നെ MAC അഡ്രസ്സിങ്, എറർ ഡിറ്റക്ഷനൊക്കെ ഇതിൽ വരുന്ന ഫങ്ഷൻസ് ആണ്. ഡിവൈസ് യൂസ് ചെയ്യുന്നത് സ്വിച്ചാണ്. ഇനി തേർഡ് ലെയർ ആണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയർ. അവിടെ റൂട്ടിംഗ്, ലോജിക്കൽ അഡ്രസ്സിങ്, ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ IP പ്രോട്ടോക്കോളാണ്, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡിവൈസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ റൗട്ടർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ എൻഷുർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ സെഗ്മെൻറ്റേഷൻ, എറർ ചെക്കിംഗ്, ഫ്ലോ കൺട്രോൾ, ഇങ്ങനെയുള്ള ഫങ്ഷൻസും കൂടെ വരുന്നുണ്ട്. ഇനി പ്രോട്ടോക്കോൾസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ TCP UDP,
ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന രണ്ട് പ്രോട്ടോക്കോൾസ് ആണ്. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ഇതിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആണ് മോർ റിലയബിൾ എന്ന് പറയുന്നത്. UDP കമ്പയർഡ് ടു TCP ലെസ് റിലയബിൾ ആണ്. അതേപോലെ തന്നെ TCP എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, പക്ഷേ UDP കണക്ഷൻ ലെസ് ആണ്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. TCP നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇമെയിലൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ TCP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ്, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ UDP പ്രോട്ടോക്കോളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയറാണ് സെക്ഷൻ ലെയർ എന്ന് പറയുന്നത്. അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെക്ഷൻ ടെർമിനേറ്റ് ചെയ്യിക്കുന്നതും സെക്ഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് ആണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ വീഡിയോ കോൾ സെക്ഷൻ, അതേപോലെ തന്നെ ലോഗിൻ സെക്ഷൻ, ഇതെല്ലാം സെക്ഷൻ ലെയറിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ലെയറാണ് നമ്മുടെ പ്രസൻറ്റേഷൻ ലെയർ. ഡേറ്റ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും എൻക്രിപ്ഷനും കംപ്രഷൻ, ഫോർമാറ്റിംഗ്, ഇതെല്ലാം സെക്ഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് ആണ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ വാട്സപ്പ് എൻക്രിപ്ഷൻ പറയാം നമുക്കവിടെ. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അത് യൂസറായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നെറ്റ്വർക്ക് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ വെബ് ബ്രൗസർ, ഇമെയിൽ, ഫയൽ ട്രാൻസ്ഫർ, ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെയറിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ കുറച്ച് പ്രോട്ടോക്കോൾസ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. ഇനി FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 5th മൊഡ്യൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്ന ഡിവൈസസ് ഒക്കെ എന്താണെന്ന് നമുക്ക് വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എഴുതാൻ ഇത്രയൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. ഈ OSI റെഫറൻസ് മോഡലിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണ്, ഹായ് ഹൗ ആർ യു എന്ന് പറയുന്നത്. ഈ മെസ്സേജ് എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിന് കിട്ടുന്നതെന്ന് നമുക്ക് ഈ 7 ലെയേഴ്സ് വഴി നോക്കാം. ഫസ്റ്റ് ലെയർ ആയിരുന്നു നമ്മുടെ ഫിസിക്കൽ ലെയർ. അതായത് ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്തു. ആ സിഗ്നൽസ് ആയിട്ടാണ് എൻ്റെ മെസ്സേജ് പോയിരിക്കുന്നത്. എങ്ങനെയാണ് ആ സിഗ്നൽ പാസ് ചെയ്യുന്നത്? ത്രൂ വൈഫൈ ഓർ മൊബൈൽ നെറ്റ്വർക്ക്. ഇത്രയും കാര്യമാണ് ഫിസിക്കൽ ലെയർ ചെയ്യുന്നത്. ഡേറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യുന്നു? മാക് അഡ്രസ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഡേറ്റേനെ നമ്മൾ എന്താക്കുന്നു? ഫ്രെയിമാക്കി മാറ്റുന്നു. അതാണ് ഡേറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത് അവിടെ. ഇനി നെറ്റ്വർക്ക് ലെയർ എന്ത് ചെയ്യുന്നു? IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഡേറ്റ എന്തായിട്ട് മാറുന്നു? പാക്കറ്റായിട്ട് മാറുന്നു. ഇനി ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ അയച്ച മെസ്സേജ് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? റിലയബിൾ ആയിട്ടുള്ള ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ അയച്ച മെസ്സേജ് ഇങ്ങനെ സെഗ്മെൻ്റ് ആയിട്ട്, അതായത് ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി സെക്ഷൻ ലെയർ എന്താണ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ ബിറ്റ്വീൻ ബോത്ത് ഫോൺ ഈസ് മെയിൻറ്റെയിൻഡ്. അതായത് എൻ്റെ ഫോണും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ ലെയറിൽ ചെയ്യുന്നത്. ഇനി പ്രസൻറ്റേഷൻ ലെയറിലാണ് മെസ്സേജ് ഈസ് എൻക്രിപ്റ്റഡ് ആൻഡ് ഫോർമാറ്റഡ്. അതായത് ഞാൻ അയച്ച മെസ്സേജ് കറക്റ്റ് എൻക്രിപ്റ്റ് ചെയ്യുകയും ഫോർമാറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയറിലാണ്. ഇനി ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയറിൽ എന്താണ് നടക്കുന്നത്? ഞാൻ അയച്ച മെസ്സേജ് എൻ്റെ ഫ്രണ്ടിൻ്റെ വാട്സപ്പിൽ എന്താവുന്നു? വിസിബിൾ ആകുന്നു. അതാണ് പറയുന്നത്. ഫൈനലി ദ മെസ്സേജ് അപ്പിയേഴ്സ് ഇൻ വാട്സപ്പ്. ഇങ്ങനെയാണ് സത്യത്തിൽ OSI റെഫറൻസ് മോഡൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ?